മഴയും കാറ്റും ഒക്കെ ആയിരുന്നോണ്ട് വെളിയിലോട്ടൊന്നും ഇറങ്ങാതിരിക്കുമായിരുന്നു 3-4 ദിവസമായിട്ട്. നമുക്കെന്നാ പോയി പറമ്പിലൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. വാഴ വെച്ച് കാറ്റ് വല്ലതും ഒടിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് അറിയാലോ. ഒരു പ്ലാവുണ്ടായിരുന്നത് ഒടിഞ്ഞു വീണു. ചുവടെ മറിഞ്ഞു കിടക്കുക. ഇനി മണ്ടയെല്ലാം വെട്ടി ഒതുക്കി. ഏലത്തിൻ്റെ മണ്ടല പരന്ന് കിടന്നത്. മഴയെല്ലാം നനഞ്ഞ് പറമ്പിലെ പണിയെല്ലാം കഴിഞ്ഞ് വരുന്നുണ്ട്. പറവടിയിലൊക്കെ ആയിരുന്നു. നമ്മുടെ പ്ലാവിൻ്റെ മുകളിലേക്ക് വളർന്നു കയറിയ ഒരു കൊടിയായിരുന്നു. അതെല്ലാം കാറ്റടിച്ച് മൊത്തം താഴേക്ക് പറിഞ്ഞ് വീണ് കിടക്കുക. നല്ല കാറ്റും മഴയായിരുന്നു. എന്നാലും ഏലത്തിനൊന്നും വലിയ കാര്യമായ കുഴപ്പങ്ങളൊന്നും പറ്റിയിട്ടില്ല. ഏലത്തിനകത്തേ പണിക്കാർ കാട് പറിക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം എവിടെ വരെയൊക്കെ ആയെന്ന്. ഇല്ലേ തെന്നിയിട്ടൊന്നും നടക്കത്തില്ലല്ലോ കൊച്ചേ. മഴ പെയ്തുകൊണ്ട് നല്ല തെന്നലും ഉണ്ട്. ഏലത്തിൻ്റെ ചൂട്ടിലെല്ലാം മണ്ണിടണം. ഇവിടെയൊക്കെ ഏലത്തിൻ്റെ ചൂട് അല്ലേ. ഒത്തിരി ഏലം പോയതിൻ്റെ കുറ്റിയൊക്കെ കിളുത്ത് വരുന്നേ ഉള്ളൂ ഇപ്പോൾ. ഇങ്ങോട്ട് വേടാ. സാമ്പാർ ചീരയാണേ, കുറച്ചുണ്ട്, നമുക്ക് ഓടിച്ചെടുക്കാം. ഇത് കണ്ടിട്ടുണ്ടോ? ഇത് തോരൻ പറ്റുന്ന കുട്ടിത്തക്കാളി ഇല. ഈ കൊടി അടുത്ത വർഷം ഇങ്ങനെ കായ്ക്കത്തുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഉണ്ടോ മുളക് മൂത്തു. ഈ ചെടിക്കും നല്ല കായുണ്ട്. ഉരുണ്ട കാന്താരി. ഇത് നല്ല എരിവുള്ളതായിരിക്കും. ഇത്രയുണ്ട്. ഇത് നല്ല മുളക് എത്തിയതാ. ഇതുണ്ടോ ഏലത്തിന് കേടല്ലേ. അപ്പം പിന്നെ ഇതിനകത്ത് നിൽക്കുന്നതിനും കേടല്ലേ. ഇതിന് ചുവട്ടിലൊക്കെ മുളക് പൊഴിഞ്ഞ് കിടപ്പുണ്ട്. ദേവച്ച ഒരു കാന്താരി തൈ കണ്ടോ നിർത്തിയേക്കുന്നത്. ആയിരിക്കും തോന്നുന്നു. പറിക്കണോ? പറിച്ചുകൊണ്ടുപോയി കുഴിച്ച് വെക്കാം. ഇച്ചിരി മണ്ണും കൂടെ കൂട്ടി ഒരു ഇലക്കകത്തോട്ടിട്ട് ആ കുട്ടിയുടെ ഇലക്കകത്ത് ഇച്ചിരി മണ്ണൂടെ കൂട്ടി നോക്കും. വീട്ടിൽ കൊണ്ട് നട്ട് വെക്കാം. കാപ്പിക്കുരു ഉണ്ടായിട്ടുണ്ട്. എൻ്റെ കൊച്ച അരുവ എടുത്തോണ്ട് പോരേണ്ടതായിരുന്നു.
തക്കാളിച്ചീര കുറേ കൂടെ കിട്ടിയേ. നല്ലതാണ് ഇത് തോരൻ വെക്കാൻ. ഇതാ ഇതിൻ്റെ കായും ചാറ് വെക്കാൻ കൊള്ളാൻ തോന്നുന്നു. പക്ഷേ ഇങ്ങനെ തിന്നാൻ നല്ല ടേസ്റ്റാണ്. പഴം അയ്യോ ഇതേ എമ്പടി മുളക് കൊണ്ടടാ പഴുത്തത്. அவரே கையில கொண்டு போனீங்களே விட்டுட்டு எடுத்து வருதான்னு பார்த்தேன். ആ ഇത് നല്ല രസമുണ്ടല്ലോ ഈ കിറ്റാച്ചി ഓടിക്കാൻ. എടാ നിനക്ക് സമയമുള്ളപ്പോൾ നീ ഇതെന്നെ കൂടെ ഒന്ന് ഓടിക്കാൻ പഠിപ്പിക്കണം കേട്ടോ. ഇതിപ്പോൾ നല്ല രസം, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാൽ മതി. ഈ വർഷം കൊടിക്ക് നല്ല കാലാവസ്ഥയായിരുന്നു. അതുകൊണ്ട് കുരുമുളകെല്ലാം നിറയെ ചരടിയിട്ട് നല്ല കായായിട്ട് നല്ല ഇഷ്ടംപോലെ ആയി വരുന്നുണ്ട്. മഴയൊക്കെ നല്ലപോലെ പെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കിനും ഏലച്ചെടിയൊക്കെ നല്ല പൂവൊക്കെ ഇട്ട് കായൊക്കെ ആകാൻ തുടങ്ങിയിട്ടുണ്ട്. പ്ലാവയിലൊക്കെ ചക്കയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക്. നല്ല കാറ്റും തണുപ്പൊക്കെ അല്ലേ. ഒരു കാര്യം നമുക്ക് ഓരോ കടുങ്കാപ്പി അങ്ങ് കഴിയും. ചൂടുകാപ്പി ഒന്ന് കുടിച്ചു നോക്കിയാൽ അങ്ങനെ ഉണ്ടെന്ന്. സൂപ്പർ കാറ്റല്ലേ. അവിടെ എല്ലാം മഞ്ഞ് കയറി മഞ്ഞായി. മഴയാണ്. പ്രതികൂല കാലാവസ്ഥ ആയിരുന്നാൽ കാറ്റാടിയെല്ലാം നിർത്തി വെച്ചേക്കാം. ഒരെണ്ണം മാത്രമേ